Good afternoon, friends. Have you ever seen a shadow? I also saw my shadow. It always follows me wherever I go. I am so very much curious about it. The poem that we are going to study talks about the shadow. The poem is written by Robert Louis Stevenson. The poem is about a child and a shadow. Let's read the poem and find out what the poet wants to say of a shadow of a child. I have a little shadow that goes in and out with me. I have a little shadow that goes in and out with me. And what can be the use of him is further than I can see. He is very like me,
I see him jump before me. When I jump into my bed, he is very like me from the heels up to the head. And I see him jump before me. When I jump into my bed, the funniest thing about him is the way he likes to grow. The funniest thing about him is the way he likes to grow. Not at all like proper children, which is always very slow. Or he sometimes shoot a taller like India rubber ball, and he sometimes so little that there is none of him at all. One morning very early, before the sun, I was up. I rose founded a shining dew in every buttercup. One morning very early, before the sun, I was up. I rose founded a shining dew in every buttercup. But my lazy little shadow, I am sleeping head, had stayed at home behind me. I fast asleep in bed. But my lazy little shadow, I am sleeping head, had stayed at home behind me and fast asleep in bed. Thank you. കാലവും കാപട്യവും പ്രകൃതി നശിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ ദുരന്തങ്ങൾ തിരിച്ചു നൽകിയെങ്കിലും മനുഷ്യനെ ഇപ്പോഴും സ്വന്തം മക്കൾ എന്ന പോലെ പ്രകൃതി ചേർത്ത് നിർത്തുന്നു. സംഘനൃത്ത ചുവടുകളുമായി മണ്ണിലെ കൊച്ചു കൂട്ടുകാർ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ. സൂര്യഗോളം ജ്വലിച്ചു തിളച്ചുരുൾ പോലെ പൊട്ടി തെറിച്ചായതിലൊരു ഖണ്ഡമാ തുറഞ്ഞായതു ഭൂമിയായി ഗോളമായി ഈ വിശ്വപ്രകൃതിയായി. അമ്മേ വിശ്വപ്രകൃതി, അമ്മേ നിത്യസുഹൃതി, അമ്മേ ഹരിതരാത്രി, അമ്മേ ജീവപരിപാലി, അമ്മേ വിശ്വപ്രകൃതി. ഹരിതകേരളം ഹൃദയപൂവനം സർവീശ്വരിയുടെ പുണ്യവരദാനം. കരുണികൾക്കും വരികകൾ എന്ന നമുക്ക് നൽകി കാത്തിടുന്നമ്മ. കൃഷിഭൂമി പണ്ട് വിളയും കാലം വന്നേ, വിത്തറിഞ്ഞേ ഞാനും നടന്നേ. കുഞ്ചക്കതിരുകൾ കൊയ്യാനായി പൊയ്ത്തൈമാറേന്തി മണ്ണിന്റെ മക്കൾ വരുന്നേ വികാരത്തെയോ. തിന്നുവാൻ വന്നു ഈ വിശ്വപ്രകൃതിയെ അമ്മയെ. ചോരയും നീരും ഊറ്റി വികൃതമുഖമാക്കി വിൽക്കുന്നു കാട്ടാളന്മാർ. കലികാലമേ കഷ്ടം. നികത്തിയും വൃക്ഷങ്ങൾ വെട്ടിയും മാലിന്യമേ തീർക്കും. ചോര ചിന്തിയും പാതകം കട്ടിയും പാപങ്ങൾ ചെയ്തു നീലേ, തീരശാപങ്ങളായി നീലേ. സതികെട്ടു മാതാവ് കരിവുണ്ട മാതാവ് കരിവുള്ളിയാൽ ചുവച്ചു പ്രതികാരദാഹിയായ
ശക്തിയായി ഭദ്രയായി താണ്ഡവമാടി വന്നു സുനാമിയാ ഉരുൾപൊട്ടലാ ഭൂമി കുലുക്കങ്ങളാ മാറാരോഗങ്ങൾ തീരാശാവന തീരാത്ത ദുഃഖങ്ങളായി മധ്യ തീരാത്ത ദുഃഖിതരാ Of UKGP. Out in the garden each Friday, with my ball I like to play. I want to left, I want to right, I want to alone each Friday. Out in the garden each Friday, with my kite I like to play. I fly up, I fly up, I fly up on each Friday. Out in the garden each Friday, with my doll I like to play. I rock my doll, I rock my doll, I rock my doll on each Friday. And jokes, LKGP and UKGP students are coming to you with a beautiful dance. Let's enjoy.
is a Malayalam storytelling by Aksa Susan George of UKTB. നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ വന്ന കഥയുടെ പേരാണ് ആനയും കുരുവിയും. പണ്ട് മനോഹരമായ ഒരു കാട്ടിൽ ഒരു കുട്ടിയാനെ കുടുംബവും ജീവിച്ചിരുന്നു. അവർ ഒരു ദിവസം അവർ നദിയിലേക്ക് വെള്ളം കുടിക്കാൻ പോയി. ആ സമയത്ത് ഒരു കൊച്ചു കുരുവി വന്ന് ആ കൊച്ചു ആനക്കുട്ടിയുടെ ചുറ്റും ചിരിച്ചുകൊണ്ട് കറങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ആനക്കുട്ടി ചോദിച്ചു, നീ എന്റെ ചുറ്റും ചിരിച്ചോണ്ട് കറിക്കൊണ്ടിരിക്കുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നിന്നോട് കൂട്ടുകൂടുമോ? എന്ത്? എന്നോട് കൂട്ടുകൂടാനോ? നമുക്ക് രണ്ടാൾക്കും ഒരിക്കലും കൂട്ടുകൂടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ആനക്കുട്ടി. ആ സമയത്ത് കൊടി ചോദിച്ചു, അതെന്താ പറ്റാത്തെന്ന് വെച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് വലിയ ദേഹം, വലിയ തുമ്പിക്കൈയുണ്ട്, എനിക്ക് കൊച്ചു ദേഹമുള്ളൂ, ഇവിടുന്ന് പോകുന്ന കേട്ട് പിരിവാരെല്ലാം കേട്ട് അവിടെ വിഷമത്തോടെ പറഞ്ഞുപോയി. ഞാനാ കുടുംബം വീട്ടിലേക്ക് പോയ സമയത്ത് ആനക്കുട്ടിക്ക് വിഷമം. ആനക്കുട്ടി അവരുടെ കാര്യങ്ങൾ തന്നോണ്ടിരിക്കുന്നു. ആനക്കുട്ടി പേടിച്ചിട്ട് കരയാൻ തുടങ്ങി. അച്ഛനെന്നെ കാണുന്നു. അപ്പോൾ കരച്ചിൽ കേട്ട് കുട്ടി വന്ന് ആനക്കുട്ടി ചോദിച്ചു, എന്നാ ആനക്കുട്ടി നീ എങ്ങനെ കരഞ്ഞെന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് വഴി തെറ്റിപ്പോൾ എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ കുരുവി പറഞ്ഞു, നീ ഇവിടെ തന്നെ ഇരുന്നോ, എൻ്റെ അച്ഛനെ അമ്മയും കണ്ടുപിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. കുരുവിയുടെ കൂട്ടുകാരെ എല്ലാവരെയും വിളിച്ചിട്ട് ആനയുടെ കുടുംബത്തിന് പോയി കണ്ടുപിടിച്ചു. അങ്ങനെ ആനയുടെ കുടുംബത്തിന് കണ്ടുപിടിച്ചിട്ട് ആനക്കുട്ടിയോട് വന്നു, ആനക്കുട്ടി, ഞാൻ നിന്റെ കുടുംബത്തിനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഞാൻ പറക്കാം, നിന്റെ പുറകെ കൂടെ വരുന്നത് പറഞ്ഞു. അങ്ങനെ ആനക്കുട്ടി അമ്മ തുമ്പിക്കൈ വെച്ച് ആനക്കുട്ടി കെട്ടിപ്പിടിച്ചു. അങ്ങനെ ആനക്കുട്ടിയുടെ അമ്മ പറഞ്ഞു, മോനെ ഈ കടലിൽ രക്ഷിച്ചത് ഈ കുരുവിയാണ്, ഈ കുരുവി നല്ല കുരുവിയാണ്, ഇനി തൊട്ട് നിന്റെ കണ്ട് ഈ കുരുവിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആനക്കുട്ടിക്ക് ആനക്കുട്ടിയുടെ തെറ്റ് മനസ്സിലായി. താങ്ക് യു. ഇതിൽ ഒരുപാട് നിങ്ങൾക്ക് എന്താണെന്നറിയോ? ഞാൻ പറയട്ടെ, നിങ്ങളുടെ സൗന്ദര്യവും ദേഹത്തിന് നിറവും ഒന്നും നോക്കണം, നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. താങ്ക് യു. Is a group of physical, mental, and spiritual practice or discipline which originated in ancient India and aim to control and strengthen the mind and the body. Let's watch the mind-blowing yoga performance of Zen and Zen.
मेरा और कर दो चूरा चूरा, पूर्ण होने दो मुझे और होने दो अब पूरा पूरा। रस्म वाली रस्म कर दो आदि योगी, योग उत्सव रंग भर दो आदि योगी। बज उठे ये मन सितारे, झनन 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 झनन, सास शास सदन सदन, सास
നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവി ഓർമ്മകൾ മരിക്കുമോ, ഓളങ്ങൾ നിലയ്ക്കുമോ? ആഹാ 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 ഓഹാ ഓഹാ പൂന്തേനരുവി പൊന്മുടി പുഴയുടെ അനുജത്തി. നമുക്കൊരേ പ്രായം, നമുക്കൊരേ മോഹം, നമുക്കൊരേ ദാഹം. പൂന്തേനരുവി പാർക്കുന്ന അടിയാത്തി പെൺകുട്ടിയുടെ കഥയുടെ നൃത്തച്ചുവടുകളുമായി ശ്രീയിലെ രുദ്രരാജി ദാതാവുക്ക് മുമ്പിൽ. ചരിച്ചിട്ടും മതിയായില്ലേ ഈ പെണ്ണിന്റെ കണ്ണീര് കണ്ടിട്ടും കൊതിരുന്നേ കൊതിരുന്നേ. വയനാടൻ മലയിലെ പുത്തുമല താഴ്വരയിൽ അടിയാളപ്പാട്ടുന്ന ഊര് മണ്ണിൻ മണമുള്ള അടിയാള മക്കൾക്ക് മലരിവ് മാത്രം പൂത്ത്. ഊരിലെ മൂപ്പന്റെ കൊച്ചുമോൾ നെഞ്ചയ്ക്ക് നെഞ്ചം പിളർക്കുന്ന തെക്കു പിച്ചവയ്ക്ക് മുമ്പേ അച്ഛനും അമ്മയും പ്രാർത്ഥന ചെക്കിനെ മലവെള്ളം പാച്ചി പുത്തുമലയ്ക്കൊപ്പമായി ഒരു നോക്ക് പോലും കാണാനാവാതെ പുത്തുമല തന്മാറിൽ ഒളിപ്പിച്ചു അവരെ. പുത്തുമല തന്മാറിൽ ഒളിപ്പിച്ചു. മോഹങ്ങൾ പ്രായം നെഞ്ചം കുഞ്ഞിക്കരയിൽ കൈവീട്ടിച്ചോട്ടി ആരും അറിയാതെ അറിഞ്ഞു പിന്നെ അറിഞ്ഞു ആ പ്രണയത്തിൻ മധുരക്കഥന്റെ കാതിലും എത്തി. ചിങ്ങം പിറക്കുമ്പോൾ ഉള്ളിയുരമ്മയുടെ മുമ്പ് മംഗലം നിശ്ചയിച്ചു. ിയ കൽക്കിനത്തെ വാരി താണ്ഡവമാടി മേയാളന്മാരുടെ യാത്രയെത്തി. താഴ്വാൻ വിട്ടിരുന്ന നെഞ്ചിൻ പ്രാണഭയത്തോടെ കയ്യിൽ ഓർമ്മതെല്ലാം എടുത്തവൻ ഭരത്തോടെ യാത്രയായി കുമല വിട്ടു യാത്രയായി.
ആയിരം നീയെന്ന് കവർന്നെടുത്തു കരം പിടിക്കുന്നതിന് മുമ്പേ നീ എന്റെ മംഗല്യച്ചരടും പറിച്ചെടുത്തു കാണുന്നപ്പോൾ ഈ പെണ്ണിന്റെ ജന്മം എന്തിനുവെറുതെ ബാക്കിയാക്കി എന്തിനുവെറുതെ ബാക്കിയാക്കി Opera is a dance form essential for the wedding and ceremonies of North Kerala. We are presenting before you the vibrant performance of class 2A, 3A, 4A and 4B. Let's enjoy. പാടി പുതുനാരിയെ തേടി മഹർമാലയെടുത്തും കൊണ്ടാണ് പപ്പു പുതുമാരൻ ഇതാവാരുന്നേ മാരൻ ഇതാവാരുന്നേ മധുകൾ പാടി പുതുനാരിയെ തേടി മഹർമാലയെടുത്തും കൊണ്ടാണ് പപ്പു പുതുമാരൻ ഇതാവാരുന്നേ മാരൻ ഇതാവാരുന്നേ കനവുകളാലും കസവണിഞ്ഞായിരം ദിനവുകളാലും കനിമറച്ചൂടാനേറ്റം ആശകളാലും ഇതാമാരുന്നേ മാരൻ ഇതാമാരുന്നേ മധുകൾ പാടി മലയെടുത്തുകൊണ്ടാണ് പുതുമാരൻ ഇതാവാരുന്നേ മാരൻ ഇതാവാരുന്നേ ഇശലത്ത് മുഴങ്ങുന്ന മുശിരകളീറെ ഇരളിട്ടു മുഖപ്പത്തിൻ പൂവുകളേറെ ഇരസപ്പു തേൻ കുടിക്കാൻ മോഹമാരെ ഇശലത്ത് മുഴങ്ങുന്ന മുശിരകളീറെ ഇരളിട്ടു മുഖപ്പത്തിൻ പൂവുകളേറെ ഇരസപ്പു തേൻ കുടിക്കാൻ മോഹമാരെ ഇതാവാരുന്നേ മാരൻ ഇതാവാരുന്നേ മധുകൾ പാടി പുതുനാരിയെ തേടി മലയെടുത്തുകൊണ്ടാണ് പുതുമാരൻ ഇതാവാരുന്നേ മാരൻ ഇതാവാരുന്നേ അമ്മൂശനും അമ്മായിക്കും ഇഷ്ടപ്പെട്ട വരുമോൻ അത് 10 മണി മന്ദത്തിനും നിന്ന തോഴൻ അലങ്കാര ചാമരങ്ങൾ അണിഞ്ഞുള്ള മാരൻ അമ്മൂശനും അമ്മായിക്കും ഇഷ്ടപ്പെട്ട വരുമോൻ അത് 10 മണി മന്ദത്തിനും നിന്ന തോഴൻ അലങ്കാര ചാമരങ്ങൾ അണിഞ്ഞുള്ള മാരൻ ഇതാവാരുന്നേ മാരൻ ഇതാവാരുന്നേ മധുകൾ പാടി
ഏതാണ്ട് 1:30 മണിയായപ്പോൾ ഇവിടെ വന്ന് ഫോണിലെല്ലാം നിങ്ങൾ ഇരിപ്പിടം പിടിച്ചു. 1:30 മണി മുതൽ 5:45 മണി വരെയും നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇവിടെ ഇരുന്ന് ഈ പരിപാടികളെല്ലാം കണ്ട് കൈയടിച്ച് കുഞ്ഞുങ്ങളെ വിജയിപ്പിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷവും എൻ്റെ സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ ഈ സ്റ്റേജിൽ നിന്ന് കുഞ്ഞുങ്ങൾ അവതരിപ്പിച്ച ഓരോ കളിയും പഠിപ്പിക്കുന്നതിന് കുഞ്ഞുങ്ങളുടെ ടീച്ചേഴ്സ് അങ്ങേയറ്റം കഠിനാധ്വാനം ചെയ്തതാണ്. ഓരോ കളിയും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെയും അന്ന് പരിശീലനം നേടി ഇത്രമാത്രം തന്നേറ്റത്തോടെ അവതരിപ്പിച്ച കുഞ്ഞുങ്ങളെയും ഞാൻ സന്തോഷത്തോടെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓരോ രക്ഷകർത്താക്കളോടും ഒരിക്കൽ കൂടി നന്ദിയുടെ സ്നേഹത്തിൻ്റെ അഭിനന്ദനത്തിൻ്റെ വാക്കുകൾ അറിയിക്കുകയാണ്. അതുപോലെ സ്റ്റേജ് സെറ്റ് ചെയ്ത ടെന്റ് ഹൗസ്, സൗണ്ട്, ലൈറ്റ് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്ന സഹോദരങ്ങളോടൊക്കെയുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു. Now we come to the end of this year's annual day celebration. Let's rise up for the national anthem.